ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഫ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ആണെങ്കിലും ഡിന്നറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഏത് നേരത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ബീഫ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 വിസിൽ വന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചപ്പോഴാണ് ബീഫ് നല്ല പോലെ വെന്ത് കിട്ടിയത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ വേവിച്ചെടുത്താലും മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ബീഫ് ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. ബീഫ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ആ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്കൊരു 5-6 വറ്റൽമുളക് ചേർത്തിട്ട് അതൊന്ന് മൊരിച്ചെടുക്കാം. നല്ല ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ വറ്റൽമുളകൊന്ന് വീർത്ത് വരുന്ന സമയത്ത് അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 15 ചുവന്നുള്ളി, ഒരു 7-8 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു വറ്റൽമുളകില്ലേ, അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് നല്ലപോലെ തണുത്തതിന് ശേഷം അതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബീഫ് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, ഈ ഒരു നാര് പോലെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കരുത്. ഇനി നമ്മൾ നേരത്തെ ബീഫ് പൊരിച്ച ആ ഒരു എണ്ണ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പും വറ്റൽമുളക് പൊടിച്ചെടുത്തതും പിന്നെ 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം പോകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല പോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1-2 മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി 3 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഏകദേശം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കുത്തിപ്പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്.